നമ്മുടെ ഫയർമാൻ അതുപോലെ തന്നെ LGS ലാസ്റ്റ് ഗ്രേഡ് സെർവൻ തുടങ്ങിയിട്ടുള്ള പോസ്റ്റിന്റെ പരീക്ഷ ജൂലൈ മാസത്തിൽ നടക്കുന്നുണ്ട്. ജൂലൈയിൽ ഒരുപാട് പരീക്ഷകളാണ് നമ്മുടെ PSC നടത്താനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജൂലൈ 2026 പരീക്ഷേൻ്റെ കലണ്ടറാണ് PSC ഇവിടെ പുറത്തുവിട്ടിട്ടുള്ളത്. സോ ഇതിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ആകെ മൊത്തം എത്ര പരീക്ഷകൾ നടത്തുന്നത് നോക്കുകയാണെങ്കിൽ 100 പരീക്ഷകളാണ് PSC ജൂലൈ മാസത്തിൽ മാത്രം നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റിലേക്കുള്ള വിവിധങ്ങളായിട്ടുള്ള പരീക്ഷകൾ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. 10ാം ക്ലാസ്സിൻ്റെ പ്രിലിമിനറി നടക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നടക്കാനായിട്ട് പോകുന്നുണ്ട് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫയർമാൻ പോസ്റ്റിൻ്റെ ഇതിൻ്റെ മുകളിലെടുത്ത് കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുകളിലുള്ളതിൻ്റെയൊക്കെ ഏതൊക്കെ പോസ്റ്റുകളാണ് ഫയർ വുമണും ഫയർമാനൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. ST SCൻ്റെയൊക്കെ സ്പെഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷനാണ്. എല്ലാവരും അപേക്ഷിച്ചിട്ടുള്ള പോസ്റ്റിൻ്റെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. 551/2025 എല്ലാവർക്കും തന്നെ കോമൺ ആയിട്ട് അപേക്ഷിക്കാൻ പറ്റിയ ഒരു പോസ്റ്റായിരുന്നു ഇത്. സോ ഇതിൻ്റെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് 4/7/2026 അത് ജൂലൈ മാസം 4-ാം തീയതിയാണ് നടക്കുന്നത്. സോ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്ന ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 26/6/2026 മുതൽ നമുക്ക് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്ത് തരുന്നുള്ളൊരു കാര്യം കൂടി പറയുന്നത് കാണാൻ സാധിക്കും. സോ അതിൻ്റെ കൺഫർമേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ആരും കൺഫർമേഷൻ കൊടുത്തില്ല, കൺഫർമേഷൻ ചെയ്യേണ്ട വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. PSCൻ്റെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് കൺഫേം ചെയ്യാവുന്നതാണ്. ഇതിനാകെ മൊത്തം അപേക്ഷിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണമാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏകദേശം 1,10,000 അടുത്ത് തന്നെ 1,09,600 കൂടുതൽ ആൾക്കാർ ഇവിടെ അപേക്ഷകരായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സിലബസ് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത സിലബസ് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ പ്രത്യേകം പറയാനുള്ളത് ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല LGSും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, LGSും കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് പിന്നെ PSCൻ്റെ പ്രിലിമിനറി ഉണ്ടല്ലോ, അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ലഭിക്കാനായിട്ട് നമ്മുടെ സ്റ്റോറിൻ്റെ ലിങ്ക് ഒരു വാട്സപ്പ് ചാനലുണ്ട്, അതിൽ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റോർ ആക്സസ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവൈലബിൾ അല്ല, ഉടനെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അതിൻ്റെ വെരിഫിക്കേഷൻ സ്റ്റേജും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അത് ഉടനെ തന്നെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അവിടെ ജോയിൻ ചെയ്തിരുന്ന അവിടെ കിട്ടുന്നതായിരിക്കും. സോ ഇതിൻ്റെ പരീക്ഷ 1.5 മണിക്കൂറാണ് നടക്കുന്നത്. അതുപോലെ തന്നെ വനിതകളുടെ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൻ്റെ ഡീറ്റെയിൽസും ഇവിടെയായിട്ട് കൊടുത്ത് കാണാൻ സാധിക്കും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് കേരളത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ എക്സാമും നടക്കുന്നത് ഇതേ സെയിം ഡേറ്റ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ സിലബസും സെയിം തന്നെയാണ്, വ്യത്യാസമില്ല. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നുണ്ട്. അതിന് എത്ര പേര് അപേക്ഷകരായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ കാസർഗോഡേക്ക് കാണാൻ സാധിക്കും. 8,352 പേരാണ് അപേക്ഷകരുള്ളത്. 1.5 മണിക്കൂർ തന്നെയാണ് പരീക്ഷ വരുന്നത്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത സിലബസ് കൂടി ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഇനി എല്ലാവരും കൊടുത്തിട്ടുള്ള ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് എന്ന് പറയുന്ന പോസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റിൻ്റെ പ്രിലിമിനറിയാണ്, 10th ലെവൽ പ്രിലിമിനറിയാണ് കേട്ടോ. അത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു എക്സാം നോട്ടിഫിക്കേഷൻ ആയിരുന്നു. എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുമായിരുന്നു. 10ാം ക്ലാസ് മാത്രമാണ് ഇതിൻ്റെയൊക്കെ മിനിമം യോഗ്യത. ഇതൊക്കെ പ്രിലിമിനറിയാണ്, 10ാം ക്ലാസ് പ്രിലിമിനറിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 18/7/2026 പ്രിലിമിനറി നടക്കുന്നത്. അഡ്മിറ്റ് കാർഡ് റിലീസ് ആവുന്ന ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പം കൺഫർമേഷൻ നിങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കും. 1 മണിക്കൂർ 15 മിനിറ്റിൻ്റെ പരീക്ഷയാണ്. 6,51,000 കൂടുതൽ ആളുകൾ ഇതിനെ അപേക്ഷിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് സിലബസ് ലഭിക്കും. ഇതിൻ്റെയും സ്റ്റഡി മെറ്റീരിയൽ ഉടനെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ആക്റ്റീവായി ഇരുന്നാൽ മതി. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സ്റ്റഡി മെറ്റീരിയൽ ആവശ്യമായിട്ടുള്ള ലിങ്ക് വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ അവൈലബിൾ ആകുന്നതായിരിക്കും. സോ ഈ ഒരു പോസ്റ്റ് പോലെ തന്നെ അടുത്തൊരു പോസ്റ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സ്റ്റോർമാൻ എന്ന് പറയുന്ന കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ച എക്സാം. അതിൻ്റെയും പ്രിലിമിനറിയാണ്. അത് ഇവിടെ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ അതിന് അപേക്ഷകർ വന്നിട്ടുള്ളത് ഏകദേശം 4 ലക്ഷത്തിൽ കൂടുതലാണ്. സിലബസ് ഒക്കെ സെയിം ആണ് കേട്ടോ. പ്രിലിമിനറി അല്ലേ, 10th ലെവൽ പ്രിലിമിനറി ഒക്കെ അതിൻ്റെയൊക്കെ സിലബസ് സെയിം ആണ്. പിന്നെ അതിൻ്റെ അടിയിലായിട്ട് ലോവർ ഡിവിഷൻ ക്ലർക്ക് വന്നത് കാണാൻ സാധിക്കുന്നതാണ്. കേരള സ്റ്റേറ്റ് ബിവറേജസ് മാനുഫാക്ചർ അവിടത്തേക്ക് വന്നത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ സ്റ്റേറ്റ് വൈസ് ആയിട്ട് വിളിച്ച് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് കാണാൻ സാധിക്കും 6 ലക്ഷത്തിൽ കൂടുതൽ അപേക്ഷകർ അവിടെയും വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ സിലബസ് ഒന്നാണ് കേട്ടോ. അതായത് പഠിക്കാൻ ഒറ്റ മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ ലോവർ ഡിവിഷൻ ക്ലർക്ക് വന്നത് കാണാൻ സാധിക്കുന്നതാണ്. ബൈ ട്രാൻസ്ഫർ ആണ് കേട്ടോ. ഇത് ട്രാൻസ്ഫർ വഴി വിളിച്ചാണ്, ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്കുള്ളതാണ്. അപ്പോൾ അതിന് അപേക്ഷകർ 505 ഉള്ളൂ. ട്രാൻസ്ഫർ വഴി ആയതുകൊണ്ടാണ് അങ്ങനെ. സിലബസ് സെയിം തന്നെയാണ്. സോ ഇത്രയധികം പോസ്റ്റുകളിലേക്കുള്ള, അതായത് ഇതിലും കൂടുതലുണ്ട്, നമ്മൾ പ്രധാനപ്പെട്ടത് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നോട്ടിഫിക്കേഷനാണ് നമ്മുടെ PSC വഴി വിളിച്ചിട്ടുണ്ടായിരുന്നതിൻ്റെ എക്സാം നടക്കാനായിട്ട് പോകുന്നത് ജൂലൈ മാസത്തിൽ. അപ്പോൾ ഈ ഒരു കലണ്ടർ നിങ്ങൾക്ക് നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യാം. ഓൾസോ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ലഭിക്കുന്ന ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ചാനലാണ്, വാട്സപ്പ് ചാനലാണ്, അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട.